ട്രംപിൻ്റെ മറ്റൊരു നിറമാറ്റമാണ്. അത് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായുള്ള തൻ്റെ വളരെ നല്ല ബന്ധം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കിം ജോങ് ഉന്നുമൊത്തുള്ള ചിത്രം ഇപ്പോൾ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ആദ്യമായി ഉത്തര കൊറിയ സന്ദർശിക്കുന്ന ഒരു പ്രസിഡന്റായി ട്രംപ് 7 വർഷം മുമ്പ് മാറിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഉത്തര കൊറിയയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ദക്ഷിണ കൊറിയയുമായി വളരെ നല്ല ബന്ധം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. സംയുക്ത സൈനികാഭ്യാസമൊക്കെ അവരുമായി ചേർത്ത് നടത്തിയിരുന്നു. ഇപ്പോൾ ഈ സംയുക്ത സൈനിക അഭ്യാസം തുടങ്ങാനിരിക്കെ അത് അമേരിക്ക ഗണ്യമായി കുറയ്ക്കുമെന്ന പ്രസ്താവനയാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒന്നാണ്. അത് ഇറാൻ യുദ്ധത്തിൽ ദക്ഷിണ കൊറിയയുടെ പിന്തുണ, താൻ ശ്രമിച്ച തരത്തിലുള്ള പിന്തുണ അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നതുകൂടി ചൂണ്ടിക്കാട്ടിയാണ് കിം ജോങ് ഉന്നുമായി അടുക്കാൻ ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നന്ദന ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നന്ദന, ഓരോ സമയത്തും കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്ന, ബന്ധങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കാത്ത ഒരു നേതാവാണ് ട്രംപ്, സംശയമില്ല. ഇപ്പോൾ കിം ജോങ് ഉന്ന് ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ പലതരത്തിലുള്ള രാജ്യങ്ങളുമായി വലിയ തോതിലുള്ള ശത്രുത നിലനിർത്തുന്ന, ആണവായുധ ഭീഷണി പലപ്പോഴും മുഴക്കുന്ന, കാടത്ത നിയമങ്ങൾക്ക് പേരുകേട്ട ഉത്തര കൊറിയയുമായി സഖ്യത്തിലേർപ്പെടാൻ ഒരുങ്ങിയാണ് ട്രംപ്. എന്തായിരിക്കും ഇതിന് പിന്നിൽ? രഞ്ജിത്ത്, ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന. ദക്ഷിണ കൊറിയയുമായി ചേർന്ന് അമേരിക്ക നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസങ്ങൾ വെട്ടിച്ചുരുക്കുമെന്നാണ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി താൻ നല്ല അടുപ്പത്തിലാണെന്നും ഞങ്ങൾ നല്ല ബന്ധമാണ് പുലർത്തുന്നത് എന്നും ട്രംപ് പറയുന്നുണ്ട്. 2018 താനും കിം ജോങ് ഉന്നുമായി എടുത്ത ഒരു ചിത്രം പോസ്റ്റ് ചെയ്ത് അതിൽ ഞങ്ങൾ കാണുന്ന പോലത്തെ ശത്രുതാ മനോഭാവമല്ല, ഞങ്ങളിപ്പോൾ വളരെ നല്ല സുഹൃത്തുക്കളാണ് എന്നുള്ളൊരു പോസ്റ്റ് ട്രംപ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് പങ്കുവച്ച് 24 മണിക്കൂർ കഴിയും മുന്നേ തന്നെ ഇങ്ങനെ ഒരു പ്രസ്താവന, ദക്ഷിണ കൊറിയയുമായുള്ള സംയുക്ത സൈനികാഭ്യാസം ഞങ്ങൾ വെട്ടിച്ചുരുക്കുകയാണ് എന്നുള്ളൊരു പ്രസ്താവന ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ വാദങ്ങളും അതൃപ്തിയും ഒക്കെ കൂടുതൽ പരിശോധിക്കുകയാണെങ്കിൽ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരം സൈനിക അഭ്യാസങ്ങൾ, ഈ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ അമേരിക്കയ്ക്ക് വലിയ ചിലവാണ് വരുത്തി വെക്കുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. ഇത്തരം സാമ്പത്തിക ചിലവുകളിൽ ഭൂരിഭാഗം ചിലവും വഹിക്കുന്നത് അമേരിക്കയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിലവ് അനാവശ്യമാണെന്നും അത് എന്നുമാണ് ട്രംപിൻ്റെ പക്ഷം. മേഖലയിൽ അനുചിതവും ശത്രുതാ മനോഭാവവും ഉണ്ടാക്കാൻ ഇത്തരം സൈനികാഭ്യാസങ്ങൾ കാരണമാകുന്നു എന്നുള്ളൊരു വിചിത്ര പക്ഷവും ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. ഇതിനു പുറമെ ദക്ഷിണ കൊറിയയോടുള്ള തൻ്റെ അതൃപ്തിയും ട്രംപ് തുറന്നു പറയുന്നുണ്ട്. ഇറാനെ ആണവ വിമുക്തമാക്കാനുള്ള US നീക്കങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിന് ദക്ഷിണ കൊറിയ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ട്രംപ് ചോദിച്ച ചോദ്യത്തിന് നോ താങ്ക്സ് എന്നുള്ള ഒരു മറുപടിയിൽ ദക്ഷിണ കൊറിയ അതിനോട് വിസമ്മതം അറിയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ഈ നിലപാടുകൾ തള്ളിക്കൊണ്ട് വാർഷിക സൈനികാഭ്യാസങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ദക്ഷിണ കൊറിയയുടെ തീരുമാനം. ഉൾച്ചി ഫ്രീഡം ഷീൽഡ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംയുക്ത അഭ്യാസം നിശ്ചയിച്ച പ്രകാരം തന്നെ തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് സിയോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വമ്പൻ പരിശീലനത്തിൽ 18,000-ഓളം ദക്ഷിണ കൊറിയൻ സൈനികർ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ദക്ഷിണ കൊറിയയിലുള്ള 28,500 അമേരിക്കൻ സൈനികരിൽ ഒരു വലിയ പങ്കും ഇതിൻ്റെ ഭാഗമാകും. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഉത്തര കൊറിയൻ സൈന്യത്തെ വിന്യസിച്ച പശ്ചാത്തലത്തിൽ ആ ഭീഷണി കൂടി കണക്കിലെടുത്താണ് ഇത്തവണത്തെ പരിശീലനമെന്നാണ് US സൈനിക വക്താവ് റയാൻ ഡൊണാൾഡ് വ്യക്തമാക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ നേരിട്ടുള്ള സൈനികമോ ലോജിസ്റ്റിക്കോ ആയ സഹായം നൽകാൻ സിയോൾ വിസമ്മതിച്ചതിലുള്ള അതൃപ്തി വളരെ കാര്യമായ രീതിയിൽ തന്നെ ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ബന്ധങ്ങൾ മാറ്റിമറിക്കാനായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ട്രംപ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണോ ഇപ്പോഴത്തെ സാഹചര്യം അതിനനുസരിച്ച് ഓരോ ബന്ധങ്ങൾ സ്ഥാപിക്കാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും രഞ്ജിത്ത്. തീർച്ചയായും അതാണ്. ഏതായാലും ഇപ്പോൾ കിം ജോങ് ഉന്നുമായി അടുക്കാനുള്ള ട്രംപിൻ്റെ ശ്രമമാണ് ഇപ്പോൾ ലോക തലത്തിൽ ശ്രദ്ധേയമാകുന്നത്, ചർച്ചയാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.